അവർ കോൺഗ്രസ്സുകാർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അല്ല അങ്ങനല്ലേ പറയാൻ പറ്റൂ. ഞാൻ തളരില്ല, ഞാൻ തോൽക്കില്ല. ഉറച്ച ശബ്ദത്തിൽ റിനി ആൻഡ് ജോർജ് മുന്നോട്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിയാ വരുന്നത്. പ്രിയപ്പെട്ടവരെ, കുറച്ച് മുമ്പ്, ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ്, റിനി ആൻഡ് ജോർജ് അറിയാമായിരിക്കും നിങ്ങൾക്ക്, അഭിനേത്രിയാണെന്നൊക്കെ പറയുന്നു. ഇവര് അഭിനയിച്ചതൊന്നും ഞാനിതിനായിട്ടും കണ്ടിട്ടില്ല, സീരിയലിലും സിനിമയിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വ്യക്തി ഉള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ 10 പേർ അറിഞ്ഞ ഒരു വ്യക്തി, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇവരെ അങ്ങനെ അറിയുന്നത്. അപ്പൊ ആ സ്ത്രീ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെ ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാതിരിക്കും? എങ്ങനെ 2 വാക്ക് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റും? അല്ല, അത്രയ്ക്കും നല്ല കോമഡിയാണ് ആ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ അങ്ങോട്ട് തള്ളിക്കയറി ചെന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ, നാട്ടുകാരുൾപ്പെടെ എല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് നിന്ന് കൂവി വിട്ടു. ഒരു നാണോ മാനോ ഇല്ലാതെ ചിരിച്ചോണ്ട് എല്ലാവരുടെ ഇടയിൽ കൂടെ നടന്നു പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ എന്നിട്ട് ചേച്ചി വന്നിട്ട് പറയുവാണേ, കോൺഗ്രസ് പ്രവർത്തകർ എന്നെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. വേറെ ആരൊക്കെയോ എന്നോട് ഇഷ്ടമല്ലാത്ത, എൻ്റെ മറ്റേ ഭയങ്കരമായിട്ടുള്ള കോണ്ടാക്ട്സിലൊക്കെ ശത്രുത തോന്നിയ കുറെ ആളുകൾ എന്നെ കളിയാക്കുന്നതാണ്. അല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ഒന്നും പറഞ്ഞില്ല, എന്നെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടേക്കുന്നതേ. ഇവർക്കിത് എഴുതിയിടാൻ നേരത്ത് ഒരു ഇച്ചിരി ഉളുപ്പ് തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വീഡിയോ കണ്ടവരൊക്കെ എന്താ പൊട്ടന്മാരാണോ? ഇവരെ കൂവി ഓടിക്കുന്ന ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾ ആ കൂവുന്ന, അല്ലെങ്കിൽ ഈ റിനി നടന്നു പോകുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. എല്ലാവരെയും, അതായത് വെള്ളം ഇട്ട് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ റിനിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു പുച്ഛം കൊടുക്കുന്നുണ്ട്. ഒരു ചിരി മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മുഖത്ത്. ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഒരു കൂട്ടം ആളുകൾ കൂവുന്നതിന് ഈ കോൺഗ്രസ് പ്രവർത്തകർ വെള്ളം ഇട്ട ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തരത്തിലുള്ള ഒരു ചിരിയാണ്. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ലാതെ കൂവരുത്, ഞങ്ങളുടെ റിനി ചേച്ചിയെ കൂവരുത്, മാറി നിൽക്കണം അങ്ങോട്ട് എന്നൊന്നും പറഞ്ഞ് ഒരു പ്രവർത്തകരും പോകുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ. എന്നിട്ട് ഞാൻ റിനി എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റൊക്കെ അതിന് ശേഷം, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാ, ഫസ്റ്റ് ഇത് കാണും. മതി, ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ വീഡിയോ നേരത്തെ കാണിച്ചതാണ് നിങ്ങളെ. ഈ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. അവിടെ നിൽക്കുന്ന ആളുകൾ, വെള്ളം ഇട്ട ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ, അവരുൾപ്പെടെ റിനിയെ നോക്കി ഒരു ചിരിയാണ് കൊടുക്കുന്നത്, ഒരു പുച്ഛച്ചിരി. അയ്യേടി, നിനക്ക് നാണമില്ലേടി ഇതിനകത്തോട്ട് വന്ന് തള്ളിക്കയറാൻ എന്നൊരു ചിരിയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് റിനി ഒരു ചാനലിന് കൊടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം എടുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി രാവിലെ. ആ ഇന്റർവ്യൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, എനിക്ക് ഇത്രേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, ഒരു നാണോ മാണോ ഇല്ല ഈ ചേച്ചിക്ക്, ഒരു നാണോ മാണോ ഉള്ള. തുമ്മ എവിടെയെങ്കിലും ഒക്കെ കയറി നിന്ന് അങ്ങോട്ട് കഥ പറയുക. റിനി, നിർത്ത് റിനി, നാണക്കേടാ, നിങ്ങൾക്ക് തന്നെ നാണക്കേടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവർ എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഇതാ ഇങ്ങനെയാണ്: മെയ് 18, 2026, എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു ചുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിന്റെ CM ആയ ദിവസം. അപ്പോൾ BD സതീഷിനെ കാണുമ്പോഴൊക്കെ നമ്മുടെ റിനിമോള് MLA ചേട്ടാ, MLA മാമ ഇങ്ങനെയാണോ വിളിച്ചിരുന്നത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ബാക്കി എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം, ആഹാ, വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കണ്ണ് കുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. അതെന്താ മോളെ ഒരിക്കലും നീ പ്രതീക്ഷിക്കാഞ്ഞേ? അത്രയ്ക്കും വിശ്വാസം ഇല്ലായിരുന്നോ VD സതീശൻ സാറിനെ നിനക്ക്? പുള്ളി ആരും വോട്ട് കൊടുത്ത് ജയിപ്പിക്കത്തില്ല എന്നായിരുന്നോ മോള് വിചാരിച്ചിരുന്നത്? അല്ല, ഒരിക്കലും ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത നിമിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്തു കാണാനും സംസാരിക്കുവാനുമുള്ള അവസരം ലഭിച്ചു. ദൈവമേ, ദേശീയ നേതാക്കൾക്കൊക്കെ എതിരെ ഇനി എന്നാണോ അടുത്ത പരാമർശം കൊണ്ട് വരാൻ പോകുന്നത്? അന്ന് വന്നപ്പോ എന്റെ കയ്യിൽ തൊട്ടായിരുന്നു കേട്ടോ. ആഹാ, ദൈവത്തിനറിയാം.
സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ടു കണ്ണുകടി ഉണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടു. ഓ, കണ്ണുകടി കൂടിയിട്ട് ഓരിയിട്ടതായിരുന്നല്ലേ, കൂവിയതായിരുന്നല്ലേ? ശരി ശരി, ഭയങ്കരമായിട്ട് കണ്ണുകടി കൂടുമല്ലോ. തള്ളിക്കേറി അവിടെയൊക്കെ കയറി ചെന്ന് നിന്നിട്ട് എല്ലാവരെയും പിടിച്ചു ചേർത്തി സെൽഫിയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് കണ്ണുകടി വരുമല്ലോ. നല്ലതാ. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞതയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, അല്ല അങ്ങനല്ലേ പറയാൻ പറ്റൂ. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹ വായ്പോടെയാണ് എന്നോട് പെരുമാറിയത്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടിയോടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവെക്കുന്നു. ഒരു ചിത്രമൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അല്ല മോളെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ കോൺഗ്രസ് പ്രവർത്തകർ നിന്നെ കൂവിയതും നീ രേവന്ത് റെഡ്ഡി ആയിട്ട് ഫോട്ടോ എടുത്തതുമായിട്ട് എന്താ ബന്ധം? നീ സ്റ്റേജിൽ കയറി തള്ളി കയറി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു, പുള്ളിയെ പിടിച്ചു നിർത്തി ഒരു സെൽഫിയൊക്കെ എടുക്കുന്നു. ഓക്കെ, നീ സാധാരണക്കാരുടെ ഇടയിലൂടെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നിന്നെ കൂവി തോപ്പിച്ചത്. മേളിൽ നിൽക്കുന്ന മുൻ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്കും അല്ലെങ്കിൽ അടികൾക്കും ഒന്നും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കത് നാണക്കേടായി മാറും നിന്നെ എന്തെങ്കിലും പറഞ്ഞ എന്ന് വെച്ചിട്ട്. കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹത്തോടാണ് പെരുമാറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മണ്ടന്മാർ വിശ്വസിക്കും. മനസ്സിലായ? നിങ്ങളുടെ ആ വീഡിയോ കണ്ട ആരും വിശ്വസിക്കത്തില്ല ചേച്ചി. ഓക്കെ, അതുകൊണ്ട് നിർത്ത്. വീണ്ടും വീണ്ടും വന്ന് ഈ മെഴുകി നാണം കെടാതെ ഉള്ള വിലയും കൂടെ പോവും. ആകെ കുറച്ചെങ്ങാണ്ടേ ഉള്ളു വില. ആ മാങ്കൂട്ടത്തിൻ്റെ കേസിലുള്ള നിന്റെ ഈ അവിടെ ഇവിടെ ഇല്ലാത്ത സംസാരം കേട്ടപ്പോഴേ നാട്ടുകാരൊക്കെ നിന്നെ വെറുത്തു തുടങ്ങി. പിടികിട്ടിയോ? അവിടെ തീർന്നു നീ. ഓക്കെ, ഈ കഴിഞ്ഞ ദിവസം ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയയ്ക്ക് എന്തോ മെയിൻ സ്ട്രീം ചാനലിനെന്തോ ആണെന്ന് തോന്നുന്നു, ഒരു ബൈറ്റ് ജസ്റ്റ് ഇവർ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മളിന്ന് രാവിലെ ചെയ്ത അതിൽ തന്നെ ഇവർ പറയുന്നത് മാങ്കൂട്ടത്തിൻ്റെ കാര്യം അതൊക്കെ ഞാൻ വിട്ടു. പഴയ കേസ് ആ ഒരു രീതിയിലാണ് ഇവർ പറയുന്നത്. ഒരാൾക്കെതിരെ ഓരോ പരാമർശങ്ങൾ നടത്തിയിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വിട്ടു, അതൊക്കെ പോട്ടെ, പഴയ കേസ്. ഇത് പറയുന്ന സ്ത്രീയെ ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? പിന്നെ പരാമർശം നടത്തിയാൽ ആ പരാമർശത്തിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ചുമ്മാ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ എന്താണെന്ന്. കമൻറ്റ് ബോക്സിൽ അത് കാണാനുണ്ട്. 1-2 കമൻറ്റ് മാത്രം ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യത്തെ കമൻറ്റ് ഇങ്ങനെ തന്നെയാണ്: ദയവ് ചെയ്ത് ഇതും പറഞ്ഞ് കൂടെ അങ്ങോട്ട് ചെന്ന് LDF മറ്റൊരു സരിതയെ ഉണ്ടാക്കി കൊടുക്കരുത് പ്ലീസ്. സത്യമാണ്, എനിക്കും അതാ പറയാനുള്ളത്. LDF അത് തന്നെ, LDF കളിക്കാൻ വേണ്ടിയിട്ടൊരു സരിത ഇനി നിർത്ത്. മനസ്സിലായോ? എല്ലായിടത്തും തള്ളിക്കേറി ചെല്ലും. VD സതീശൻ എൻ്റെ മാമനാണെന്നുള്ള മൂടില്ല. അയാളൊരു ജനപ്രതിനിധിയാണ്, അല്ലാതെ റിനിയം ആൻഡ് ജോർജിൻ്റെ ആരും അല്ല കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. ഇത്രയും അങ്ങോട്ട് പാവം രേവത്, ഹീസ് ടു ഇന്നസെൻറ്റ്. അടുത്തത് പുള്ളിക്കെതിരെ ആയിരിക്കും ഇനി, കണ്ടോണം. ഇതുപോലെ ഒരെണ്ണം മതി എല്ലാത്തിനും കൂടെ വില കളയാൻ. ഇത്തരം അവതാരങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതാവും ഏറ്റവും ദുർഘടം. സത്യം ഇതുപോലുള്ള ഐറ്റങ്ങളുണ്ടല്ലോ, ചില കുടുംബങ്ങൾ തന്നെ ഇല്ലാതാക്കി കളയും. നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, അയ്യോ അങ്ങോട്ട് നന്മ നിറഞ്ഞ മറിയമായിരിക്കും. പക്ഷെ അകത്തുണ്ടല്ലോ അത് അത്ര നല്ലതായിരിക്കത്തില്ല. അല്ല, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അതുപോലൊരു ഐറ്റമാണിത്. മനസ്സിലായോ? അടുത്തൊരു കമൻറ്റ്: ഇനി അദ്ദേഹത്തിന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം. ആർക്കാ? രേവത് ബാബുവിനെ. മിക്കവാറും ഓൾറെഡി അയച്ചു കാണും. അടുത്ത എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് വരും, രേവത് ബാബു എൻ്റെ സ്വന്തം ആളല്ലേ, അയ്യോ ഞങ്ങൾ വാടാപ്പോട്ടാ ബന്ധമല്ലേ, കുട്ടാ ബന്ധമല്ലേ. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ പുള്ളിക്കെതിരെ പരാമർശം. പുള്ളി എന്നെ ഹോട്ടലിൽ വിളിച്ചു കേട്ടോ, പ്രശ്നമാകട്ടാ. നിന്നെ സൂക്ഷിച്ചോളാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെല്ലാം MLA മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒന്നും പറയുന്നില്ല. ചേച്ചിക്ക് ഫെയിം വേണമായിരുന്നു. കുറച്ച് ഫെയിം കോൺഗ്രസ്സുകാരും കൂടി തന്നതാണ് ഇന്നലെ കണ്ടത്. എന്ത് ഫെയിമാ? അവരതിനെ ഫെയിമായിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ നാട്ടുകാർ കൂവി വിടുക. അതിനകത്ത് എന്താ കൂവൽ എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണം. അതുള്ളവർ അടുത്ത ദിവസം വന്നിട്ട് ഈ കഥ പറയത്തില്ല. ഇത് അവർക്ക് അതിനുള്ള ബോധമില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. മനസ്സിലായോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വളരെ ചെറിയൊരു വീഡിയോ, കൂടുതലൊന്നും ഇരുന്ന്
വലിച്ചു നീട്ടാൻ ഞാനില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.